വയനാട് ചീരാൻ മേഖലയിൽ ഭീതി പരത്തിയ പുലി വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി. സുർജിത്ത് അയ്യപ്പത്ത് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഇത് ഏറെക്കാലമായി നാട്ടുകാരുടെ ഭീതിയായിരുന്നു ഈ പുലി, ഇപ്പോൾ അത് കൂട്ടിലായിരിക്കുന്നു. വിവരങ്ങൾ എന്തായാലും വലിയ ആശ്വാസം പകരുന്ന വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. എന്നും രാവിലെ കഴിഞ്ഞ കുറച്ച് ഏതാനും മാസങ്ങളായി ചീരാലിലെ പുലി പ്രശ്നങ്ങളാണ് പറയാറുള്ളത്. പുലിയും കരടിയും ഇറങ്ങുന്ന വല്ലാത്ത ഒരു ദുരവസ്ഥയിലൂടെ ആ നാട് മുന്നോട്ട് പോവുകയായിരുന്നു. എന്തായാലും പുലി ഏറ്റവും ഒടുവിൽ പുളിഞ്ചാൽ പ്രദേശത്ത് കെണിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എന്തായാലും അത് വലിയ ആശ്വാസമാണ് മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. 9 മാസം പ്രായമുള്ള പശുക്കുട്ടിയിലാണ് ഏറ്റവും ഒടുവിൽ ഈ പുലി കൊന്നത്. കാടന്തൊടി സെയ്തലവിയുടെ പശുക്കുട്ടിയെയാണ് ആക്രമിച്ചത്. ഇതിനടുത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് ഇപ്പോൾ പുലി കുടുങ്ങിയിരുന്നത്. സുജിത്ത്, തിരികെ ഇപ്പോൾ ഒരു പ്രദേശവാസി പ്രതീഷ് ചീരാൽ എന്നൊരാൾ നമ്മോടൊപ്പം ചെയ്യുന്നു. പ്രതീഷ്, ആശ്വാസകരമായ വാർത്തയാണ്. നിങ്ങൾ ഏറെ ഭീതിയിലായിരുന്നു ഈ പുലി കാരണം, അല്ലേ? താൽക്കാലികമായി ഈ പ്രദേശത്ത് പുളിഞ്ചാൽ ഭാഗത്തുള്ള ആളുകൾക്ക് ഒരു ആശ്വാസകരമായ വാർത്തയാണ്. ഏകദേശം 1 വയസ്സ് പ്രായമുള്ള ആൺകടുവയാണെന്നാണ് പറയപ്പെടുന്നത്. നിരന്തരമായിട്ട് ഇവിടെ ഈ പ്രദേശങ്ങളിൽ പുലിയുടെ ശല്യം ഈ പ്രദേശത്ത് ഉണ്ടാവാറുണ്ട്. ഇത് തൊട്ടടുത്തുള്ള വേടങ്കോട് എസ്റ്റേറ്റിന്റെ സമീപ പ്രദേശങ്ങളാണിത്. എസ്റ്റേറ്റിന്റെ കുറെ ഭാഗങ്ങൾ കാട് മൂടി കിടക്കുന്നത് ജനങ്ങളിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിക്ക് പൊതുജനങ്ങളുടെ ഭാഗത്ത് ചില പ്രദേശങ്ങളിൽ കാട് മൂടി കിടക്കുന്ന സ്ഥലങ്ങൾ വെട്ടി വെളിച്ചമാക്കുന്നതിന് നടപടിയില്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരമുണ്ടെങ്കിലും അതൊന്നും ഇവിടെ ഉപയോഗിച്ചതായിട്ട് കണ്ടിട്ടില്ല. ഈ പ്രദേശത്തുള്ള പുലിയാണ് ഇപ്പൊ പിടികൂടിയിട്ടുള്ളത്. തൊട്ടടുത്ത സമീപ പ്രദേശങ്ങളെല്ലാം ഇതുപോലെ 3-4 പുലികളുള്ളതായിട്ട് അറിയപ്പെടുന്നുണ്ട്. എന്തായാലും ഏറെ സന്തോഷത്തിലാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ നിലവിലുള്ളത്. പ്രതീക്ഷ എന്ന പ്രദേശവാസിയാണ് സംസാരിച്ചത്. താൽക്കാലിക ആശ്വാസമുണ്ട്, അതിനപ്പുറത്തേക്ക് ശാശ്വതമായ പരിഹാരം, അതാണ് അവരുടെ ആവശ്യം, അത് അവരുടെ അനിവാര്യതയാണ്. അത്തരത്തിൽ പ്രശ്നങ്ങൾ എപ്പോഴും തുടരെ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മേഖലയിൽ ഉണ്ടെന്നും പ്രതീക്ഷ പറയും. സുർജിത്ത് തുടരുന്നുണ്ട്. സുർജിത്ത്, ഇപ്പോൾ ഈ പിടിയിലായ പുലിയെ എവിടേക്ക് മാറ്റുമെന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്? അതിന്റെ വിശദാംശങ്ങൾ കൂടി സുർജിത്ത്. സുഹൈല്, ഇത് മേപ്പാടി റേഞ്ചിന് കീഴിലുള്ള പ്രദേശമാണ് ഈ ചീരാൽ എന്ന് പറയുന്നത്. അത് വലിയ രീതിയിലുള്ള പ്രശ്നമായ ആളുകൾ ഉയർത്തിക്കാട്ടിയിരുന്നു. പുലി മാത്രമല്ല, കരടിയുടെ വലിയ ശല്യവും ഉണ്ട്. അതായത് ഈ പ്രദേശത്ത് മേപ്പാടി റേഞ്ച് ഓഫീസിൽ നിന്ന് ഈ ചീരാൽ എന്ന് പറയുന്ന പ്രദേശം അതിർത്തി മേഖലയിലുള്ള പ്രദേശമാണ്. അവിടേക്ക് എത്തണമെങ്കിൽ 40 കിലോമീറ്ററോളം ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വന്യജീവികൾ ഇറങ്ങുന്ന പ്രശ്നമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഒരു അവസ്ഥ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുമുണ്ട്, ആ നാട്ടുകാരെ സംബന്ധിച്ചുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മുത്തങ്ങ റേഞ്ചിന്റെ ഭാഗമാക്കണം ഈ പ്രദേശം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് കാലങ്ങളായി നാട്ടുകാർ. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കേണ്ടത് വനം വകുപ്പ് തന്നെയാണ്. അത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രതിസന്ധി. കഴിഞ്ഞ ദിവസമാണ് ഈ ഈസ്റ്റ് ചീരാൽ പ്രദേശത്ത് കരടിയുടെ ശല്യം ഉണ്ടായിരുന്നത്. പുലിശല്യം നാളുകളായിട്ടുണ്ട്. നിരവധി വളർത്തുമൃഗങ്ങളെയാണ് ഇതിനകം തന്നെ ഈ പുലി കൊന്നൊടുക്കിയത്. ഇതിനിടയിൽ നമ്പ്യാർകുന്ന പ്രദേശത്ത് ഒരു പുലിയെ നേരത്തെ കൂടുവെച്ച് പിടികൂടിയിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും പുലിശല്യം ഉണ്ടാവുകയും നിരന്തരം ഈ പുലി വലിയ പ്രതിസന്ധിയും സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത് പുലിയെ പിടികൂടിയിരിക്കുന്നു. പുലിയെ സ്വാഭാവികമായും ഒരുപക്ഷെ മാറ്റുക അത് ബത്തേരിയിൽ ഉള്ള വനംവകുപ്പിന്റെ മൃഗപരിപാലന കേന്ദ്രമുണ്ട്, അവിടേക്ക് തന്നെയാണ് സ്വാഭാവികമായും മാറ്റുക. ഇത്തരത്തിൽ വന്യജീവികളെ പിടിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാറ്റാൻ വേണ്ടി തയ്യാറാവുക അത്തരം കേന്ദ്രത്തിലേക്കാണ്, ആ ബത്തേരിയിലെ കേന്ദ്രത്തിലേക്ക്. ന്യായമായ ആവശ്യമാണ് പ്രദേശവാസികളുടേത്. അവർക്ക് ശാശ്വതമായ പരിഹാരം വേണമെന്ന ആവശ്യമാണ് ഉയർത്തുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.